ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCC ആഹ്വാനം ചെയ്ത സമരാഗ്നി യാത്രയ്ക്ക് സമാപനം. കേരളത്തിൽ 2 അക്ക സീറ്റ് നേടുമെന്നത് നരേന്ദ്രമോദിയുടെ സ്വപ്നം മാത്രമാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി പറയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു. ഫെബ്രുവരി 9 കാസർഗോഡ് നിന്ന് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒരുമിച്ച് ആരംഭിച്ച സമരാഗ്നി യാത്രയാണ് ഇന്ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിച്ചത്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി BRS സർക്കാരിനെ പോലെ അഴിമതി നിറഞ്ഞതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരെന്ന് കുറ്റപ്പെടുത്തി. കേരളത്തിൽ 2 അക്ക സീറ്റ് നേടുമെന്ന മോദിയുടെ പരാമർശത്തിന് വേദിയിൽ കെ സുധാകരന്റെ മറുപടി. മോഡി പറഞ്ഞു പോയിട്ടുണ്ട് 2 അക്കം പള്ളി പറഞ്ഞാ മതി. മോഡി വന്നിട്ട് വർഷം 10 ആയില്ലേ? ഒന്നും ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കിയതൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. കേരള സർക്കാരുകൾ ജനങ്ങളെ ദുരിതത്തിലാക്കിയതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറുപടി ഉണ്ടാകുമെന്ന് വി ഡി സതീശൻ. ജനങ്ങളുടെ സങ്കടങ്ങൾ വീണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേദിയെ മാറ്റും എന്ന് ഞാൻ കേരളത്തിലെ ജനസമൂഹത്തിന് മുഴുവൻ ഉറപ്പ് നൽകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് 20 ലോക്സഭാ മണ്ഡലങ്ങളും കടന്നുള്ള കോൺഗ്രസിന്റെ ജാഥ. കോൺഗ്രസിനുള്ളിലെ ഐക്യം ഊട്ടിയുറപ്പിക്കാനാണ് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒന്നിച്ച് ജാഥ നയിക്കാൻ തീരുമാനമായത്. ആലപ്പുഴയിലെ സുധാകരന്റെ പരാമർശത്തിൽ കടുത്ത വിയോജിപ്പ് പ്രതിപക്ഷ നേതാവ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് സതീശനെ അനുനയിപ്പിച്ചത്. ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചു നടത്തിയ യാത്ര പ്രവർത്തകർ എങ്ങനെ സ്വീകരിച്ചു എന്നറിയാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കണം. സലിം മാലിക്, 24, തിരുവനന്തപുരം. സമരാഗ്നി ജാഥയുടെ സമാപന സമ്മേളനത്തിനെത്തിയ പ്രവർത്തകർ നേരത്തെ പോയതിൽ നീരസം പ്രകടിപ്പിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. സമ്മേളനം നടത്തുമ്പോൾ അത് മുഴുവൻ കേൾക്കാൻ പ്രവർത്തകർക്ക് മനസ്സുണ്ടാകണമെന്ന് കെ സുധാകരൻ പറഞ്ഞു. KPCC അധ്യക്ഷന്റെ നീരസ പ്രകടനത്തിന് പിന്നാലെ പ്രവർത്തകരെ ആശ്വസിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി. കൊടും ചൂടിൽ ഉച്ചയ്ക്ക് വന്ന മനുഷ്യരാണിവർ. പ്രവർത്തകർ നേരത്തെ പോയതിൽ പ്രസിഡന്റിന് ഒരു വിഷമവും വേണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഒരു പ്രസംഗത്തിന് ഞാനില്ല, കളം കാലിയായി. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും. ആ സമ്മേളനങ്ങളിൽ 2 ആൾ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും. നേരത്തെ ഈ കസേരയെല്ലാം കാലിയാ. എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു? പ്രസിഡന്റ് 3 മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. പിന്നെ കോൺഗ്രസിനൊരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ഇന്നൊരു സമാപനമായപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു. 12 പേര് പ്രസംഗിച്ചു കഴിഞ്ഞു. 13ാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ ചൂടിൽ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടും. അതുകൊണ്ടാണ് അത് പ്രസിഡന്റ് അതിനൊരു വിഷമം മനസ്സിൽ വേണ്ട. എത്ര നേരം എന്ന് വെച്ചാൽ 5 മണിക്കൂറായി ആളുകൾ വന്നിട്ട്. അതിനകത്തൊരു വിഷമം വേണ്ട. നമ്മുടെ പ്രവർത്തകരല്ലേ. മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക്. പ്രോസിക്യൂഷൻ പൊളിഞ്ഞു. പി ജയരാജനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. 2ാം പ്രതി ചിരുക്കണ്ടോട്ട് പ്രശാന്ത് ഒഴികെയുള്ള 8 പ്രതികളെയാണ് വെറുതെ വിട്ടത്. RSS ജില്ലാ താലൂക്ക് ഭാരവാഹികൾ ഉൾപ്പെടെയായിരുന്നു കേസിലെ പ്രതികൾ. പ്രതികളും സർക്കാരും സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. 1ാം പ്രതി കടിച്ചേരി അജി, മനോജ്, പാര ശശി, എളംതോട്ടിൽ മനോജ്, കുനിയിൽ സനൂപ്, ജയപ്രകാശൻ, കോവേരി പ്രമോദ്, തൈക്കണ്ടി മോഹനൻ എന്നിവരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. 2ാം പ്രതി പ്രശാന്ത് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. ഇയാൾക്കെതിരെ വിചാരണ കോടതി ചുമത്തിയ ചില കുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വധശ്രമത്തിനടക്കം പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനായില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതിനിടെ നീതി ലഭിച്ചില്ലെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും പി ജയരാജൻ പ്രതികരിച്ചു. ഒരു വിചാരണ കോടതി ശിക്ഷിക്കുന്നു, അപ്പീൽ കോടതിയിൽ ആ ശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് പ്രതികളെ വിട്ടയക്കുന്നു. ഇത് സാധാരണഗതിയിൽ പല കേസുകളിലും നടക്കുന്ന കാര്യമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നടപടികൾ കോടതിയുടെ ഭാഗത്തുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ വിധിക്കെതിരായി സ്റ്റേറ്റ് അപ്പീൽ പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
അതോടൊപ്പം അക്രമത്തിൻ്റെ ഇരയെന്ന നിലക്ക് സുപ്രീം കോടതിയിൽ എനിക്ക് ഹർജി നൽകാമോ എന്ന കാര്യം നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കും. അതേസമയം കേസിലെ 3 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. 1999 ഓഗസ്റ്റ് 25 തിരുവോണ ദിവസം പി ജയരാജനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. പ്രതികളിൽ 2 പേർ നിലവിൽ ജീവിച്ചിരിപ്പില്ല. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയമിച്ചു. കൽപ്പറ്റ ഡിവൈഎസ്പിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. വയനാട് SP-ക്കാണ് മേൽനോട്ട ചുമതല. ഒരു ഡിവൈഎസ്പി കൂടി സംഘത്തിൽ ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇതിനോടകം തന്നെ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. ഈ SFI ബന്ധമുള്ള പ്രതികൾ അവർ ഒളിവിൽ പോകുന്നു. അതിലെ ഭാരവാഹികൾ അടക്കമുള്ളവർ ഈ പ്രതിപട്ടികയിൽ ആദ്യം തന്നെ ഉൾപ്പെട്ടിരുന്നു. അവരെ സംരക്ഷിക്കുകയാണ് പോലീസ് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. പ്രതിപക്ഷ നേതാക്കൾ അടക്കം അത് ഉന്നയിക്കുന്നുണ്ട്. അതിനിടെയാണ് പ്രത്യേക സംഘം അന്വേഷിക്കാൻ വരുന്നത്. എന്തൊക്കെയാണ് അത് വിശദാംശങ്ങൾ? വിജയകുമാർ, ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസമടക്കം കുടുംബം